അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം നിർവഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡൻറ്റ് തമന്ന സുൽത്താന സാഹിബ, മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ശൂറ അംഗം താഹ മത്തീൻ സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായ മറ്റു ആദരണീയരായ ജമാഅത്തെ ഇസ്ലാമിയുടെയും GIO-വിൻ്റെയും നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി, ഏറ്റവും പിറകു നിൽക്കുന്ന സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഞാൻ എൻ്റെ സമാപന പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്കെൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ അഭിനന്ദിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഈ പ്രഭാഷണം നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ അഭിനന്ദിക്കുന്നതിന് മുമ്പേ സദസ്സ് നേതാക്കളെ അഭിനന്ദിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യടി വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് ഇന്നലെ രാവിലെയാണ് ഡിസ്കോഴ്സോ മുസ്ലിമ എന്ന് പറയുന്ന ഈ അൽ-അഖ്സ സ്ക്വയറിലുള്ള ഈ സമ്മേളനം തുടങ്ങുന്നത്. എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട GIO-വിൻ്റെ നേതാക്കന്മാർക്ക് മാസങ്ങളായി ഡിസ്കോഴ്സോ മുസ്ലിമ തുടങ്ങിയിട്ട് കൈക്കുഞ്ഞുങ്ങളുമായി തെക്ക് വടക്ക് അവർ ഓടി നടക്കുകയാണ്. സ്റ്റേജിൽ നിന്ന് ഇപ്പോഴും കയറിയും ഇറങ്ങിയും നിൽക്കുന്ന നേതാക്കന്മാരെ നിങ്ങൾ കാണുന്നുണ്ടാവും. പേരെടുത്ത് പറഞ്ഞാൽ ചിലരോട് അനീതിയായി പോകുമെന്നുള്ളതുകൊണ്ടാണ്. തമന്ന സുൽത്താനയാണ് പ്രസിഡൻറ്റ്, സുഹാന, ഷിഫാന, ലുലു മർജാൻ തുടങ്ങി GIO ടീം വളരെ ഗംഭീരമായി ഈ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഹൃദയം തുറന്ന അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നാഥ, അവരുടെ ഈ പരിശ്രമങ്ങളെ, അത്യധ്വാനത്തെ നീ അവരിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ അജണ്ടയോടുകൂടിയ 2 ദിവസമാണ് നിങ്ങളിവിടെ ചിലവഴിച്ച് കഴിഞ്ഞത്. നിങ്ങൾ കഴിഞ്ഞ 2 ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെയും ഇന്നുമായി ഈ ഡിസ്കോഴ്സോ മുസ്ലിമ, അപ്ഹോൾഡ് ഈമാൻ, അപ്ലിഫ്റ്റ് ഇസ്സ എന്ന തലവാചകത്തോടുകൂടിയുള്ള ഈ അൽ-അഖ്സ സ്ക്വയറിലുള്ള ഈ സംഗമം ആസ്വദിക്കുകയായിരുന്നു. കാരണം നിങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ സൗന്ദര്യം ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടറിഞ്ഞത് അല്ലെങ്കിൽ കേട്ടറിഞ്ഞത് ഈ നഗരിയിൽ നിന്നാകും. ഇസ്ലാം മുന്നിൽ വെക്കുന്ന ആശയപ്രപഞ്ചം, അതിൻ്റെ വൈപുല്യം നിങ്ങൾക്ക് പലർക്കും മനസ്സിലായത് ഈ ക്യാമ്പിൽ നിന്നായിരിക്കും. ഇസ്ലാമിക ആശയം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ വൈവിധ്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായത് ഈ ക്യാമ്പിൽ നിന്നായിരിക്കും. കഴിഞ്ഞ ഇന്നലെയും ഇന്നുമുള്ള ക്യാമ്പിൽ ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് കലയെക്കുറിച്ച്, ഫിഖ്ഹിനെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾക്ക് അനിവാര്യമായ ഒരുപാട് വിജ്ഞാനീയങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവ് നേടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മതം എന്ന സങ്കുചിതമായ കാഴ്ചപ്പാടിനപ്പുറത്തുള്ള വിശാലമായ ഒരു ക്യാൻവാസിലേക്ക്, ഇസ്ലാമിൻ്റെ വിശാലമായ ക്യാൻവാസിലേക്ക് ഈ സമ്മേളനം നിങ്ങളെ കൈ പിടിച്ച് നടത്തിയെന്നാണ് ഈ പ്രോഗ്രാം കാണുന്ന ഘട്ടത്തിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും മനസ്സിലാക്കുന്നത്. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, സഹോദരിമാരെ, ഇസ്ലാം ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ഡിഗ്നിറ്റി മാനിക്കുന്ന ഒരു ദർശനമാണ്. ഇസ്ലാം മനുഷ്യൻ്റെ ഡിഗ്നിറ്റി മാനിക്കുന്നു എന്നതിനർത്ഥം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഡിഗ്നിറ്റി എന്നുള്ളതല്ല. അകത്ത് ആൺപെൺ വ്യത്യാസമില്ല. മനുഷ്യരുടെ ഡിഗ്നിറ്റിയാണ് ഇസ്ലാം മാനിക്കുന്നത്.
വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. ആദമിൻ്റെ മക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യനെയാണ് അല്ലാഹു ആദരിക്കുന്നത്. ആ ആദരവിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ഏതെങ്കിലും ഒരു മതവിഭാഗക്കാരൻ എന്നും പറഞ്ഞിട്ടില്ല. ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തെയും ദൈവം തമ്പുരാൻ ആദരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാം ഒരു മത ആചാര അനുഷ്ഠാനമല്ല. ഇസ്ലാം നമ്മുടെ മുന്നോട്ടുള്ള ജീവിത വഴിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വേ ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിലേക്കുള്ള മാർഗദർശനമാണ് എന്ന് ഓരോ ഘട്ടത്തിലും നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ മുഴു ജീവിതത്തിലേക്കും മാർഗദർശനം നൽകുന്ന ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിനെ നെഞ്ചേറ്റിയവരാണ് ഈ സദസ്സിലുള്ളത്. ആ ഇസ്ലാമിനെ നെഞ്ചേറ്റിയെ നമ്മെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ സങ്കുചിതമായ ചട്ടക്കൂടിനപ്പുറത്ത് ജീവിതത്തിൻ്റെ മുഴുമേഖലകളോടും സംവദിക്കാൻ ശേഷിയുള്ള ആശയപരമായ കരുത്തുള്ള ഇസ്ലാമിനെ നെഞ്ചേറ്റിയ ഒരു ജനവിഭാഗം എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ നമുക്കൊരു നിയോഗ ദൗത്യം കൂടിയുണ്ട്, ഒരു മിഷൻ കൂടിയുണ്ട്. ആ ഇസ്ലാമിനെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്ന ദൗത്യം. അതിനെയാണ് നമ്മൾ പലപ്പോഴും ഷഹാദത്തുൽ ഹഖ്, സത്യത്തിൻ്റെ സാക്ഷ്യം നിർവഹിക്കുക എന്ന് പറയാറുള്ളത്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് വിവേചനമില്ലാത്തതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിൽ അർപ്പിതമായ മിഷൻ നിർവഹിക്കുന്നിടത്തും മനുഷ്യ സമൂഹത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നും നമുക്ക് കാണാവുന്നതാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വയുഖീമൂന അസ്സലാത വയുതൂന അസ്സകാത വയുതീഊന അല്ലാഹ വറസൂലഹു ഉലൈക സയർഹമുഹുമുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അവർ സഹകാരികളാണ്, പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, അവർ തിന്മ വിലക്കുന്നവരാണ്, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് മേൽ അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ട്. പ്രിയമുള്ള സഹോദരിമാരെ, ഇവിടെയും മനുഷ്യനെ ആദരിച്ചതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിവേചനവും അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. സ്ത്രീയും പുരുഷനും ഒരുപോലെ ഈ മനുഷ്യനിൽ അർപ്പിതമായ മിഷൻ നിർവഹിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇസ്ലാം സ്ത്രീക്ക് അധികമായ പരിഗണന നൽകിയിരിക്കുന്നു എന്നാണ് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കടന്നു വരുന്ന ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മക്കയിൽ അഭിമുഖീകരിച്ച ഒരു ജനത സ്ത്രീ സമൂഹത്തിന് ഒട്ടും പരിഗണന കൊടുക്കാത്ത ഒരു ജനതയാണ്. ചരിത്രത്തിലുടനീളം അങ്ങനെയുള്ള സമൂഹത്തെ നമുക്ക് കാണാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പെണ്ണിനോട് മാന്യമായ സമീപനം സ്വീകരിക്കാത്ത ഒരു സാമൂഹ്യ ക്രമത്തെയാണ്. അത്തരത്തിലുള്ള ഒരുപാട് പീഡനങ്ങൾ, അതുപോലെ തന്നെ സമീപനങ്ങൾ, ആ അർത്ഥത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തെ ആദരിച്ച് ദീനിൽ നിന്നുകൊണ്ട് അവരിരുവരോടും അവരുടെ ദൗത്യം ഒരുമിച്ച് നിർവഹിക്കണം എന്ന് പറയുന്ന ദീനിൽ നിന്നുകൊണ്ട് സ്ത്രീ സമൂഹത്തെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുന്നത്. അന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടുന്ന ഒരു സമൂഹത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഇസ്ലാമിക പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. അതും ഖുർആൻ പറയുന്നുണ്ട്. വൈദാ ബുശ്റ അഖദുഹും ബിൽ ഉൻസാ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ ആ കാലഘട്ടത്തിൽ സ്ത്രീകളോട് അറബികൾ സ്വീകരിച്ച സമീപനത്തെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്നത് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഞാൻ അത് പരാമർശിക്കാനല്ല. അഥവാ ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടുന്ന ഒരു കാലം, പെൺകുട്ടികൾ അപമാനമാണ് എന്ന് കരുതുന്ന ഒരു കാലം, പെൺകുട്ടി ഭാരമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലം, പെണ്ണ് ജനിച്ചു എന്ന് പറയുമ്പോൾ തലതാഴ്ത്തുന്ന ഒരു കാലം, പെണ്ണിന് മണ്ണിന് മേൽ ജീവിക്കാൻ അനുവാദമില്ല, അവകാശമില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പെൺകുട്ടികൾ നിങ്ങൾക്കുള്ള സ്വർഗമാണ് എന്ന്. ഒരാൾക്ക് 3 പെൺകുട്ടികൾ ഉണ്ടാകുന്നു, ആ പെൺകുട്ടികൾക്ക് അവർ വിദ്യാഭ്യാസം കൊടുക്കുന്നു, ആ പെൺകുട്ടിയെ ഒരു നല്ല ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നു.
ആ പെൺകുട്ടിയുടെ ഭാവി എന്ന് പറയുന്നത് സുരക്ഷിതമായ ഒരു സ്വഭാവത്തിലേക്ക് വളർന്നു വരുന്നു എങ്കിൽ അതയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനതയെ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഞാൻ പറയുന്നത്, ഇസ്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്നും ഇന്നും എക്കാലഘട്ടത്തിലും ഒരധിക പരിഗണന ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നുണ്ട്. അവൾക്ക് ഇസ്ലാം പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിവാഹത്തിന്റെ ഘട്ടത്തിൽ പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ഘട്ടത്തിൽ വലിയായിട്ടൊരു പിതാവ് ഒരു യുവാവുമായി ബന്ധപ്പെട്ട വിവാഹത്തിന്റെ സുന്ദരവും ലളിതവും എന്നാൽ സുദൃഢവുമായ കരാറ് ഒപ്പുവെക്കുന്ന ഘട്ടത്തിൽ ആ ചുമതല ഒരു യുവാവുമായി ബന്ധപ്പെട്ട് കരാറിലാകുന്നത്. അഥവാ അവിടെയും ഒരു പെൺകുട്ടിക്ക് ഒരു പിതാവിന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ഒരു സംരക്ഷണം, അത് തുടർന്ന് ഒരു കുടുംബത്തിൽ ഇണകളായി മാറുന്ന വഹലഖ്നാകും അസ്വാജ എന്ന് പറയുമ്പോൾ ഇണയായി മാറുന്ന പുരുഷന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുക എന്നത് ഇസ്ലാമിന്റെ താല്പര്യമാണ്. പലപ്പോഴും ഈ സംരക്ഷണം എന്ന് പറയുന്നത്, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പലരും അടിമത്തമായിട്ടാണ് കാണുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരർത്ഥത്തിലുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അടിമത്തത്തെ കുറിച്ചല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന്റെ ഘട്ടത്തിൽ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞത്, വിവാഹത്തിൽ ഒരൊറ്റ കാര്യമാണ് ഉന്നയിക്കേണ്ടത്, അത് പെൺകുട്ടിക്കുള്ള വിവാഹ സമ്മാനമാണ്. ഇസ്ലാമിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഒരു അവകാശം ഉയർത്തപ്പെടുന്നത്. അത് പെൺകുട്ടിക്ക് വിവാഹ സമ്മാനം കൊടുക്കണം എന്നുള്ളതാണ്. അവിടെ നിന്ന് തുടങ്ങി ഭർത്താവ് ആ പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കണം. ആ സംരക്ഷണം അടിമത്തമല്ല. അവൾക്ക് ഒരു പെൺകുട്ടി എന്ന അർത്ഥത്തിലുള്ള ഫ്രീഡം, വിദ്യാഭ്യാസത്തിനുള്ള ഫ്രീഡം, അതുപോലെ തന്നെ അവൾക്ക് സമ്പാദിക്കാനുള്ള ഫ്രീഡം, അവർക്ക് ചിലവഴിക്കാനുള്ള ഫ്രീഡം, അതുപോലെ തന്നെ അവളോടുള്ള നീതി എന്ന് പറയുന്നത് ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രൊട്ടക്ഷനെ കുറിച്ചാണ് ഇസ്ലാം പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സമീപനവും വളരെ പ്രധാനമാണ്. അഥവാ ഈ രാജ്യത്ത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് സ്ത്രീ പുരുഷ തുല്യത എന്നുള്ളതല്ല, മറിച്ച് സ്ത്രീ പുരുഷ തുല്യതക്കപ്പുറത്ത് ഈ നീതി, ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഉജ്ജ്വലമായ ആശയത്തെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പ്രിയമുള്ള സഹോദരിമാരെ, ആ അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടനാപരമായും സ്ത്രീകളോട് സ്വീകരിക്കുന്ന സമീപനം അവരോട് നീതി പുലർത്തുന്ന സമീപനമാണ്, അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന സമീപനമാണ്, അവരുടെ ഫ്രീഡം അനുവദിക്കുന്ന സമീപനമാണ്. അതിൻ്റെ ഏറ്റവും നല്ല സുന്ദരമായ ഉദാഹരണമാണ് ഈ നഗരിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള GIO സംഘടിപ്പിച്ചിരിക്കുന്ന അൽ അഖ്സ സ്ക്വയറിലെ ഈ ഉജ്ജ്വലമായ സമ്മേളനം എന്നുണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പെൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കാൻ ഇസ്ലാമിന് സാധിക്കുന്നത് പോലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിനും സാധിച്ചേ മതിയാകൂ എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത്. ഈ തിരിച്ചറിവാണ്, ഈ പരിഗണനയാണ്, രക്ഷിതാക്കളുടെ ഈ അർത്ഥത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ്, പുരോഗമന സംഘടനകളെ ആ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിരവധി സ്ഥാപനങ്ങളാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന പെൺകുട്ടികളുടെ ഭാവിയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കൃത്യമായ കരിയർ ഗൈഡൻസിൽ നിന്നാണ് ഇന്ന് കേരളീയ സമൂഹത്തിൽ എന്നല്ല ഇന്ന് ഇന്ത്യ രാജ്യത്ത് ശക്തമായ ഒരു പെൺപട എന്ന് ഞാൻ പറയും. മുസ്ലിം സമൂഹത്തിനകത്ത് ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു വലിയ സ്ത്രീ സമൂഹം വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മെഡിക്കൽ രംഗത്ത്, അതുപോലെ തന്നെ എഞ്ചിനീയർ രംഗത്ത്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ PhD എടുക്കുന്ന, റിസർച്ച് ചെയ്യുന്ന, അതുപോലെ തന്നെ മീഡിയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന, സിവിൽ സർവീസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന, മാത്രമല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ എല്ലാം നിങ്ങൾക്ക് ഈ അർത്ഥത്തിലുള്ള പെൺകുട്ടികളെ, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ, നല്ല തൻ്റെ ഇടമുള്ള പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിനകത്ത് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. 25 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 19 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ഒരവസ്ഥ നമുക്ക് മനസ്സിൽ പ്രതീക്ഷിക്കുക പോലും സാധ്യമല്ല. ഒരുപാട് ഇടപെടലുകളിലൂടെ, അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരുപാട് മുൻകൈകളോടെ ഈ രാജ്യത്ത് നടന്ന പ്രവർത്തനത്തിൻ്റെ ഗുണഫലം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനം ഒരർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിലുള്ള പെൺകുട്ടികളുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. നമ്മളാരും മനസ്സിലാക്കേണ്ടതില്ല. അത് പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ അവരുടെ തലയിൽ നിന്ന് തട്ടം മാറ്റിയത് കൊണ്ട് ഉണ്ടായ പുരോഗതിയല്ല, തട്ടമിട്ടിട്ടുണ്ടായ പുരോഗതിയാണ് എന്ന് ഈ രാജ്യത്തെ ഇടത് ലിബറലുകളെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. തട്ടമിട്ടിട്ട് ഞങ്ങൾ പഠിക്കും, തട്ടമിട്ടിട്ട് ഞങ്ങൾ റിസർച്ച് നടത്തും, തട്ടമിട്ടിട്ട് ഞങ്ങൾ PGക്ക് പോകും,
തട്ടമിട്ടിട്ട് ഞങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ ഞങ്ങൾ പോകും എന്ന ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു തലമുറയ്ക്ക് ജന്മം നൽകാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. കർണാടകയിൽ ഒരു കുട്ടിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മസ്കാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിക്ക് നിരാകരിക്കപ്പെട്ടത് തലയിൽ തട്ടമിട്ട് വിദ്യാഭ്യാസം നേടരുത് എന്നുള്ളതാണ്. ചുറ്റും നിന്നുകൊണ്ട് തൻ്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ ജയ് ശ്രീറാം വിളിച്ച ഒരു ഘട്ടത്തിലും ആ പെൺകുട്ടി ഒന്നും ചിന്തിച്ചിട്ടില്ല. നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ആ ദൃശ്യമുണ്ട്. തൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ചുറ്റും വട്ടമിട്ട് നിൽക്കുന്ന പെൺകുട്ടികളുടെ മുഖത്ത് ജയ് ശ്രീറാം വിളിക്കുന്ന തടിമുടുക്കുള്ള ചെറുപ്പക്കാരുടെ മുഖത്ത് നോക്കിയിട്ട് കൈയാകാശത്തേക്ക് ഉയർത്തിയിട്ട് ഒരു കൊച്ചു പെൺകുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി പറയുന്നുണ്ട് അല്ലാഹു അക്ബർ എന്ന. ആ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ ധ്വനി ഉണ്ടല്ലോ, ആ തക്ബീർ ധ്വനിയോടുകൂടി തൻ്റെ ചുറ്റുമുള്ള ആളുകൾ രണ്ട് ഭാഗത്തേക്കായി മാറി നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടതാണ്. ആ പോരാട്ടം ആ കുട്ടികൾ തുടർന്നു. അവർ പലരും പരീക്ഷ എഴുതിയില്ല. ഇന്ന് കർണാടക ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നു, ഈ കുട്ടികൾക്ക് ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെ പഠിക്കാനും അതുപോലെ തന്നെ പരീക്ഷ എഴുതാനും ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഞാൻ പറയുക, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള വഴികൾ തുറക്കപ്പെടുമെന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സെക്യുലറിസ്റ്റുകൾ മുസ്ലിം പെൺകുട്ടിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ടുണ്ട്, ലിബറലുകൾ മുസ്ലിം പെൺകുട്ടിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ടുണ്ട്, നവനാസ്തികർ മുസ്ലിം പെൺകുട്ടിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. ഇവിടെ എഴുതപ്പെട്ട പല കഥകളിലും, ഇവിടെ എഴുതപ്പെട്ട പല കവിതകളിലും, നമുക്ക് ചുറ്റുമുള്ള പല നാടകങ്ങളിലും, അതുപോലെ തന്നെ ഈ നാട്ടിലിറങ്ങിയ പല സിനിമകളിലും മുസ്ലിം പെൺകുട്ടിയെ, തട്ടമിട്ട പെൺകുട്ടിയെ വളരെ ഭീകരമായി ചിത്രീകരിക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അഥവാ തട്ടമിട്ട പെൺകുട്ടി സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത പെൺകുട്ടിയാണ്. അത് കറുത്ത വസ്ത്രം ധരിച്ച പെൺകുട്ടി എന്ന് പറയുന്നത് ഒരർത്ഥത്തിലും മുന്നോട്ട് പോകുവാനുള്ള, വളരാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട പെൺകുട്ടിയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രധാനമന്ത്രി മുത്തലാഖ് ബില്ല് കൊണ്ടുവരികയുണ്ടായി. മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതെന്താ? നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തതെന്താ? നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തത് ഈ രാജ്യത്ത് സിവിൽ നിയമത്തിൽ കൈകടത്തിക്കൊണ്ട് ക്രിമിനൽ നിയമം രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിം ചെറുപ്പക്കാരെ അകത്താക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് മുത്തലാഖ് ബില്ലിലൂടെ കൊണ്ടുവന്നത്. അന്ന് മുത്തലാഖ് ബില്ല് കൊണ്ടുവന്ന ഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാനാണ് എന്ന്. പക്ഷേ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീര് ആരും ഒപ്പേണ്ടതില്ല എന്ന് ഈ മുത്തലാഖ് ബില്ല് നടപ്പാക്കിയ തൊട്ടുടനെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ നടപ്പാക്കിയ ബില്ല് NRC CAA ബന്ധപ്പെട്ട ബില്ലാണ്. അഥവാ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്ന അത്യന്തം അപകടകരമായ ബില്ലാണ് നടപ്പാക്കിയത്. ആ ബില്ല് നടപ്പാക്കിയപ്പോൾ ആ ബില്ലിനെതിരെ ശക്തമായ പ്രക്ഷോഭം നമ്മുടെ രാജ്യത്തുടനീളം കടന്നു വന്നു. പക്ഷേ പലപ്പോഴും അതൊരു ദേശീയ പ്രക്ഷോഭമായി വളർന്നു വരാത്ത സാഹചര്യത്തിലാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ തട്ടമിട്ട പെൺകുട്ടികൾ തെരുവിലിറങ്ങി ആ NRC CAA പ്രക്ഷോഭത്തിന്, ദേശീയ സമരത്തിന്റെ ഊടുംപാവും പകർന്നു കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കിയത് മുത്തലാഖ് ബില്ല് കൊണ്ടല്ലാതെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ വളർന്നിരിക്കുന്നു എന്നും തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുവാനുള്ള ആ അർത്ഥത്തിലുള്ള ശക്തിയും കരുത്തും അവർ ആർജിച്ചിരിക്കുന്നുവെന്നും ഇന്ത്യൻ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തുവാൻ മുസ്ലിം പെൺകുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുക, പിറകോട്ട് വലിക്കുന്നവരോട്, നമ്മെ പിറകോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകാം. സമകാലിക കേരളീയ സമൂഹത്തിനകത്ത് അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോഴും മുസ്ലിം പെൺകുട്ടിയോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന ഇസ്ലാമിന്റെ വിവരമില്ലാത്ത മുസ്ലിങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. ഞാൻ പറയുക അത് ഇസ്ലാമല്ല, അത് മതയാഥാസ്ഥികത്വമാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. മാത്രമല്ല, പെൺകുട്ടിക്ക് പൊന്നിൽ വിലയിടുന്ന, വിലപേശുന്ന ഒരുപാട് ആളുകളും നമ്മുടെ ചുറ്റുമുണ്ട് എന്ന കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. മതയാഥാസ്ഥികത്വത്തിനും പണത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നിന്റെ വിലയിടുന്നവർക്കുമെതിരെ ഞാൻ പറയുക, ഈ പറയപ്പെട്ട പോലെ തന്നെ നോ എന്ന് പറയാനുള്ള ആർജവവും മുസ്ലിം പെൺകുട്ടികൾ ആർജിച്ചെടുക്കേണ്ടുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലത് സമുദായം പഠിക്കും,
ചിലത് സമുദായത്തെ പഠിപ്പിക്കുവാനും ഈ കാലഘട്ടം നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ മഹ്ർ കൊടുക്കാൻ പ്രയാസപ്പെടുകയും എന്നിട്ട് വിവാഹം വേണ്ടത്ര നടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹറിന്റെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. അഥവാ മഹർ ഇത്ര വലിയ മഹർ ചോദിക്കരുത്, അതുകൊണ്ട് മഹറിന്റെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് ശേഷം ഖിലാഫത്തിലിരിക്കുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു സ്ത്രീ എണീറ്റ് നിൽക്കുന്നുണ്ട്. എണീറ്റ് നിന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് ഏർപ്പാടാക്കിയ മഹറിൽ നിയന്ത്രണം വെക്കാൻ ഉമറേ താങ്കൾക്കാരാണ് അധികാരം തന്നത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുക, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കുന്നിടത്ത് എണീറ്റ് നിൽക്കുവാനുള്ള വിദ്യാഭ്യാസം കൂടി നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഞാൻ ഓർത്തുപോകുന്നത്, എൻ്റെ നാട്ടിലൊരു മരണം സംഭവിച്ചോ. ആ മരണം സംഭവിച്ചപ്പോൾ ആ ജനാസ എടുക്കാൻ പോവുകയാണ്. ആ ജനാസ എടുക്കാൻ പോകുന്ന ഘട്ടത്തിൽ ആ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുണ്ട്. നല്ല ദീനുള്ള പെൺകുട്ടിയാണ്. അവസാനം ജനാസ എടുക്കാൻ സന്ദർഭത്തിൽ അവർ വന്നിട്ട് പറഞ്ഞു, ജനാസ എടുക്കാൻ പോവുകയാണ്, സ്ത്രീകൾ നമസ്കരിക്കേണ്ടതില്ല, സ്ത്രീകൾ നമസ്കരിക്കേണ്ടതില്ല, അങ്ങനെ ഒരു നാട്ടു നടപ്പ് ഇവിടെയില്ല. അത് പറഞ്ഞുകൊണ്ട് ജനാസ എടുക്കാൻ നേരത്ത് കാരണവന്മാരെല്ലാം കൂടിയിരിക്കുന്നിടത്ത് നമസ്കാര കുപ്പായമിട്ടൊരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പാക്ക് എനിക്ക് നിസ്കരിക്കണം, എൻ്റെ ഉപ്പാക്ക് എനിക്ക് നിസ്കരിക്കണം. അത് നിങ്ങൾ ആരും തടയാൻ, ഞാനും റബ്ബും തമ്മിലുള്ള ബന്ധമാണ്, എൻ്റെ ബാപ്പാനോട് എനിക്ക് നിർവഹിക്കാനുള്ള ബാധ്യതയാണ് എന്ന് മതയാഥാസ്ഥികത്വത്തിലേക്ക് പലപ്പോഴും പൊന്നിൻ്റെ അളവ് വെച്ച് പെണ്ണിന് വിലവേശുന്ന നമുക്കകത്ത് തന്നെയുള്ള സാമ്പത്തിക താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ പവിത്രമായ കുടുംബ സംവിധാനത്തെ സമീപിക്കുന്നവരോട് നമുക്ക് നോ എന്ന് പറയാനും ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇനിയും മുന്നേറാൻ കഴിയേണ്ടതുണ്ട്. നമുക്ക് മുന്നേറണമെങ്കിൽ, സംബന്ധിച്ചിടത്തോളം മുന്നേറണമെങ്കിൽ അവർക്ക് ലിബറലുകളാകേണ്ട കാര്യമില്ല. നമുക്ക് മുന്നേറണമെങ്കിൽ നമുക്ക് ഫെമിനിസ്റ്റ് ആകേണ്ട കാര്യമില്ല. നമുക്ക് മുന്നേറണമെങ്കിൽ ഇസ്ലാമിൻ്റെ വിശാലമായ പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മുന്നേറാനുള്ള ഇടമുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ടതാണ്. ആയിഷ ബീവിയെ പോലെ, അസ്മാ ബീവിയെ പോലെ, ആസിയ ബീവിയെ പോലെ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴി നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള വഴിയാരായുന്ന സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ ഉണ്ടായിരുന്നത്. അചഞ്ചലമായ വിശ്വാസത്തോടു കൂടി മാത്രമേ ഈ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അകത്തും പുറത്തും പൊരുതിക്കൊണ്ട് മാത്രമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് നമ്മുടേതായ ഇടം നമുക്ക് ആ അർത്ഥത്തിൽ പൊരുതി നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അകത്തും നമുക്ക് പൊരുതേണ്ടതായിട്ട് വരും, പുറത്തും നമുക്ക് പൊരുതേണ്ടതായിട്ട് വരും. പോരാട്ടത്തിൻ്റെ നമുക്ക് അടിസ്ഥാനമായി വർത്തിക്കുന്നത് ഒരിക്കലും ഈ കാലഘട്ടത്തിലെ ലിബറലിസം വെക്കുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള വർണ്ണശബളമായ ആസ്വാദനത്തിൻ്റെ ഒരുപാട് തുറസ്സുകളല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ മൈതാനം നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാമിൻ്റെ മൈതാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും, നമുക്ക് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും, നമുക്ക് നമ്മുടേതായ ഒരുപാട് ബാധ്യതകളെ പോലെ തന്നെ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും. അത് നമുക്ക് ആരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ശേഷിയാണ് യഥാർത്ഥത്തിൽ GIO എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്ത് വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് നെഞ്ചേറ്റിക്കൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് പോകേണ്ടത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. മാലാഖമാർ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി, സ്വർഗം കിനാവ് കണ്ടുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നിങ്ങൾ പഠിക്കുന്ന കലാലയം വളരെ ശുദ്ധം, വളരെ സുരക്ഷിതമാണ് എന്ന് നിങ്ങളാരും വിചാരിക്കുന്നില്ല. നിങ്ങൾ പഠിക്കുന്ന കലാലയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുരക്ഷിതമല്ല. പക്ഷേ അതിനോട് നിങ്ങൾക്ക് പൊരുതി നിൽക്കാൻ കഴിയും. നവനാസ്തികത നിറഞ്ഞു നിൽക്കുന്ന ക്യാമ്പസാണ്. അതുപോലെ തന്നെ ലിബറലിസം നിറഞ്ഞാടുന്ന ക്യാമ്പസാണ്. പലപ്പോഴും നമ്മുടെ പല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും
ഉദാര ലൈംഗികത കെട്ടടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ക്യാമ്പസാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് സംസാരിച്ച് ജെൻഡർ കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പസാണ്. ആണിനെയും പെണ്ണിനെയും വേർതിരിക്കേണ്ടതില്ലെന്ന് വാദിക്കുന്ന ഒരു ക്യാമ്പസാണ്. ഹോമോസെക്ഷുവാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പസാണ്. ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം, ഈ ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ നടക്കുന്ന NSSന്റെ ക്യാമ്പിൽ സർക്കാർ സംവിധാനം ഉപയോഗിച്ച ഏറ്റവും അപകടകരമായ സ്വഭാവത്തിലാണ് ലിബറൽ ആശയങ്ങളും ഉദാര ലൈംഗികതയും നമ്മുടെ കുട്ടികളെ, സെക്കൻഡറി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് പഠിപ്പിക്കുന്നത്? സർക്കാരാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പുസ്തകത്തിലുള്ളത് മാത്രം പഠിച്ചാൽ ഈ കാലഘട്ടത്തിൽ ധീരിൻ്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ഒരു ജനതയ്ക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തെ നയിക്കാനുള്ള വിജ്ഞാനീയങ്ങൾ ദീനിൻ്റെ കൂടി അടിത്തറകളിൽ നിന്നുകൊണ്ട് ആർജിച്ചെടുക്കുവാൻ പ്രിയമുള്ള സഹോദരിമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് പൊരുതി തന്നെയാണ് മുന്നോട്ട് പോകാനുള്ളത്. എങ്കിലേ ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മെ തന്നെ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. ആ പോരാട്ടത്തിന് നമ്മുടെ മുമ്പിൽ ഒരുപാട് മാതൃകകളുണ്ട്. നേരത്തെ നമ്മുടെ ഈ സമാപന സെഷൻ നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സെഷൻ നടന്നിരുന്നു. ആ നടന്ന സെഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിൽ ജയിലിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുടെ, ഉറ്റവരുടെയും ഉടയവരുടെയും ബന്ധുമിത്രാദികളോ അതല്ലെങ്കിൽ ജയിലിൽ കിടന്ന ആളുകളോ ആണ്. അവർ കാണിച്ച ഇച്ഛാശക്തി നമ്മുടെയൊക്കെ മുമ്പിൽ ഉണ്ടാകണം. ഞാൻ പറയുന്നത് നമുക്ക് മുമ്പിലും വളരെ ഏറ്റവും തുറസായ, ഏറ്റവും അനുകൂലമായ, ഏറ്റവും സന്തോഷകരമായ ഒരു ലോകമാണ് ഉള്ളത്, ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല. ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലും വിശ്വാസത്തിൻ്റെ വെളിച്ചവും തെളിച്ചവുമായി പൊരുതി നിൽക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് നാട്ടിൽ ഉദാഹരണമുണ്ട്, അതിന് നമുക്ക് ലോകത്ത് തന്നെ ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ ഈ നഗരിക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന പേര് അൽ അഖ്സ സ്ക്വയർ എന്നാണ്. നിങ്ങളിവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെയൊക്കെ ഹൃദയാന്തരങ്ങളിൽ ആ വിപ്ലവത്തിൻ്റെ, അതുപോലെ തന്നെ വിമോചനത്തിൻ്റെ, അതേപോലെ തന്നെ പ്രതികരണത്തിൻ്റെ തീക്കനൽ കോരിയിട്ടുകൊണ്ട് നിങ്ങൾ അവിടുന്ന് തിരിച്ചയക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അൽ അഖ്സ എന്ന് പറയുന്നത് മാറ്റം ആഗ്രഹിക്കുകയും കുതിക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനതയ്ക്ക് ജന്മം നൽകുന്ന കൊച്ചു ഭൂമികയാണ് എന്ന് നമുക്കറിയാം. ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന കൊച്ചു ഭൂമികയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് അൽ അഖ്സ എന്ന് പറയുന്നത് തകർന്ന തരിപ്പണമായി കിടക്കുന്ന ഭൂമിയാണ്. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തെ എന്നോട് ഫാറൂഖ് സാഹിബ് സൂചിപ്പിച്ച ഒരു കാർട്ടൂണിനെ കുറിച്ച്, ഇന്നലെ വന്ന ഒരു കാർട്ടൂണാണ്. അഥവാ അൽ അഖ്സ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖുദ്സ് എന്ന് പറയുന്നത് ഇന്ന് തകർന്നടിഞ്ഞിരിക്കുന്നു. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് ആ പറയുന്ന പ്രദേശം ആകെ ഒരു മൈതാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ മൈതാനത്തിൽ ഇന്ന് കുട്ടികളില്ല. 20,000-ഓളം ആളുകൾ മരണപ്പെട്ടപ്പോൾ അതിനകത്ത് കൊല്ലപ്പെട്ടത് ഏതാണ്ട് 8,000-ഓളം കുട്ടികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ 8,000-ഓളം കുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ ഗസയുടെ തെരുവിലൂടെ വരുമ്പോൾ, അതാണ് കാർട്ടൂൺ, ഗസയുടെ തെരുവിലൂടെ ക്രിസ്മസ് അപ്പൂപ്പൻ വരുമ്പോൾ കൂട്ടിയിട്ട കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലുള്ള കൂട്ടിയിടപ്പെട്ട ടോയ്സുകൾക്കിടയിൽ നിന്നൊരു ടോയ്സ് ചോദിക്കുന്നുണ്ട്, ക്യാൻ യു ഗിവ് എ ചൈൽഡ്, എനിക്കൊരു കുട്ടിയെ തരുമോ എന്ന്. കുട്ടികൾ ടോയ്സ് ചോദിക്കുന്ന മണ്ണാണ് നമ്മുടെ മണ്ണ് എങ്കിൽ ഗസയിലെ ടോയ്സ് കുട്ടികളെ ചോദിക്കുന്ന മണ്ണാണ് ഗസയിലെ മണ്ണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 20,000 ആളുകൾ വംശഹത്യക്ക് വിധേയമാക്കപ്പെട്ട മണ്ണ്. അതുകൊണ്ട് അൽ അഖ്സ സ്ക്വയർ നമുക്ക് നൽകുന്നത് അതിജീവനത്തിന് ഈമാനിൻ്റെ തെളിച്ചമുണ്ട് എങ്കിൽ, വിജ്ഞാനത്തിൻ്റെ വെളിച്ചമുണ്ട് എങ്കിൽ നമുക്ക് സാധ്യമാണ് എന്നുള്ളതാണ്. സർവായുധ സജ്ജമായ അമേരിക്ക ഉൾപ്പെടുന്ന സഖ്യകക്ഷികളോട് അതിശക്തമായ പോരാട്ടം നടത്തി ഇന്ന് ഗസയിലെ മക്കൾ ചെറുത്തുനിൽപ്പിന്റെ പുതിയ ഐതിഹാസികമായ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പതറുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനികർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ വേണ്ടപ്പെട്ട സൈനികർ മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ബന്ദികൾ അവർക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. അവരുടെ അയൺ ഡോമുകൾ അന്തരീക്ഷത്തിൽ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർക്കവ എന്ന് പറയുന്ന അവരുടെ ടാങ്ക് അഗ്നിഗോളമായ അന്തരീക്ഷത്തിൽ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച അവർക്ക് കാണേണ്ടതായിട്ട് വരുന്നു. ആകാശത്ത് നിന്ന് ടൺ കണക്കിന് തീമഴ വർഷിച്ചതിന് ശേഷവും ഗസയിൽ തല ഉയർത്തി നിൽക്കുന്ന മുഴുവൻ കെട്ടിടങ്ങളും തകർത്തതിന് ശേഷവും അവർക്ക് ഹമാസിന്റെ പോരാളികളെ പിടികൂടാൻ കഴിയുന്നില്ല, അതിന്റെ നേതാക്കന്മാരെ വധിക്കാൻ കഴിയുന്നില്ല, ബന്ദികളെ മോചിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല.
അതുപോലെ തന്നെ തെൽ അവീവിൽ നിന്ന് കുടിയൊഴിക്കപ്പെടുന്ന 4-5 ലക്ഷം ആളുകളെ തടയിടാൻ കഴിയുന്നില്ല. ഇസ്രായേലിന്റെ സൈനിസത്തിന്റെ സേനയിൽപ്പെട്ട പലർക്കും മനോരോഗം പിടികൂടുന്ന സാഹചര്യം വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. മറുഭാഗത്ത് എന്ത് എന്ന് ചോദിച്ചാൽ, ഒന്നുമില്ലാത്ത ഒരു ജനത ചെറുത്തുനിൽപ്പിന്റെ പുതിയ ഐതിഹാസികമായ ചരിത്രം രചിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ലോക ചരിത്രത്തിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അടയാളപ്പെടുത്തപ്പെടുമെന്നാണ്. ആകാശത്ത് ഉപരോധിക്കപ്പെട്ട ഒരു ജനത, മെഡിറ്ററേനിയൻ സീയിൽ ഉപരോധിക്കപ്പെട്ട ഒരു ജനത, ഇസ്രായേലിനാൽ ഉപരോധിക്കപ്പെട്ട ഒരു ജനത, ഈജിപ്തിന്റെ അതിർത്തി പങ്കിടപ്പെടുന്ന ഒരു ജനത, 45 കിലോമീറ്ററിൽ ജീവിക്കുന്ന ഒരു ജനത, അഥവാ മൊസാദിന്റെ ചാരവലയത്തിനകത്ത് ജീവിക്കുന്ന ഒരു ജനത. ആകാശവും തങ്ങൾക്ക് വിലക്കപ്പെട്ടപ്പോൾ, ഭൂമിയും തങ്ങൾക്ക് വിലക്കപ്പെട്ടപ്പോൾ, ഭൂമിക്കടിയിൽ തങ്ങളുടേതായ ഒരു പുതിയ ലോകം പണിതു എന്നുള്ളത് ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത മഹാത്ഭുതമായിരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഭൂഗർഭ അറവുകളിൽ ജീവിക്കുന്ന, ഒരുപക്ഷെ ആകാശത്തിൽ നിന്നും ഭൂമിക്ക് മുകളിൽ നിന്നും തുടങ്ങി നീക്കപ്പെടുമ്പോൾ ഭൂമിക്കകളിൽ അടികിയിൽ തങ്ങളുടേതായ ഒരു പുതുലോകം സൃഷ്ടിച്ച് ആ പുതുലോകത്തിനകത്ത് നിന്നുകൊണ്ട് ഫലസ്തീനിന്റെ മക്കൾ ഇസ്രായേലിനോട് പൊരുതിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഗസ ഒരു പാഠം മാത്രമല്ല, ഗസ ഒരു പാഠപുസ്തകം കൂടിയാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ തൊട്ടുപിറകിലുള്ള അൽ അക്സയുടെ കവാടം ഇറങ്ങി നിങ്ങളൊന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ കിട്ടാത്ത പലതും കിട്ടിയിട്ടുണ്ട്. കാഴ്ചപ്പാട് കിട്ടിയിട്ടുണ്ട്, അറിവ് കിട്ടിയിട്ടുണ്ട്, ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പോകുന്നത് ജാഹിലിയത്തിന്റെ ഒരുപാട് വൈവിധ്യമാർന്ന രൂപങ്ങൾ നിറഞ്ഞാടുന്ന ക്യാമ്പസുകളിലാക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ഞാൻ പറയുക,